ഹായ്, എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ പോത്തൻകുളമാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ചെറിയ രീതിക്ക് ചെറിയ ഡോഗ്സിനെയൊക്കെ ആണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ലാപ്സയുണ്ട്, ഇത് ടിബറ്റൻ ടെറിയറാണ്. പിന്നെ ലാപ്സയുടെ ഇപ്പം പപ്പീസ് ഇറങ്ങി കിടപ്പുണ്ട്. നമ്മളിപ്പോൾ അല്ലാണ്ട് ആ ഒരു രീതിക്കുള്ള ചെറിയ ബ്രീഡാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ടിബറ്റൻ ടെറിയർ, അല്ലി എന്നാണ് പേര്. ഇപ്പോൾ ഏതാണ്ടൊരു 2 വയസ്സ് പ്രായം ഇപ്പോൾ ഉണ്ട്. അതിനാണെങ്കിൽ ലാപ്സിക്കാണെങ്കിൽ 1 വയസ്സായേ ഉള്ളൂ. 1 വയസ്സ് തന്നെ ഫസ്റ്റ് ഡെലിവറിയാണ് അതിൻ്റെ. അങ്ങനെ ടോട്ടൽ ഒരു 4 പപ്പി ഉണ്ടായിരുന്നു. ഒരെണ്ണം സ്റ്റഡ് കൊടുത്തിട്ട് ബാക്കി ഇനി 3 പപ്പിയുടെ ഉണ്ട്. ഈ ഒരു ബ്രീഡെന്ന് പറയുമ്പോൾ വലുതായിട്ട് അഗ്രസീവ് അല്ല ഈ ഡോഗ്. പക്ഷേ നമുക്ക് നല്ല രീതിക്ക് മിങ്കിളാവും, വീട്ടുകാരുമായിട്ടൊക്കെ നല്ല രീതിക്ക് മിങ്കിളാവും. പിന്നെ വലുതായിട്ട് വെളിയിൽ നിന്നൊക്കെ വന്നാൽ അങ്ങനെ കയറി അറ്റാക്കൊന്നും ചെയ്യത്തില്ല. ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് നിർത്തത്തേ ഉള്ളൂ, അല്ലാണ്ട് അറ്റാക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ക്യൂട്ടാണ്. പിന്നെ വീടിൻ്റെ അകത്തൊക്കെ വെച്ച് നൈസായിട്ട് വളർത്താം. ടിബറ്റൻ ടെറിയർ ആകുമ്പോൾ നമ്മളെ ലാപ്സയെക്കാട്ടിയും കുറച്ചുകൂടെ ആ ഒരു എക്സ്പെൻസ് കുറവായിരിക്കും. മീൻസ് എന്ന് വെച്ചാൽ നമ്മളെ ഈ ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അത്ര കട്ടി വരത്തില്ല. അതുകൊണ്ട് ഗ്രൂമിംഗ് ഒക്കെ വലുതായിട്ട് സീനില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അതിൻ്റെയൊക്കെയാണെങ്കിൽ ഗ്രൂമിങ് ഇത്തിരി പാടായിരിക്കും, പെട്ടെന്ന് ജട പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായുള്ള ഇതുണ്ട്. ടിബറ്റൻ ടെറിയർ ആകുമ്പോൾ അങ്ങനത്തെ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ല രസമാണ് കാണാൻ. പിന്നെ ഓവറായിട്ട് വലുതായിട്ട് മുടി വളരത്തില്ല. നല്ല കെയറിങ് ആണ് ആൾ. പിന്നെ നല്ല എന്താ പറയുക, അത്യാവശ്യം പറഞ്ഞാലേ കേൾക്കും, കുഴപ്പമില്ല. വേറെ അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫുഡൊക്കെ ആദ്യം നമ്മൾ കൊടുത്തൊക്കെ വളർത്തിയാൽ ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ വാരി കൊടുക്കേണ്ടിയൊക്കെ വരും. പിന്നെ അല്ലാണ്ട് നമുക്ക് നോർമലി വളർത്തിയാൽ അല്ലാണ്ട് നിൽക്കും. പിന്നെ മാക്സിമം ഞാൻ വീട്ടിൻ്റെ അകത്തൊക്കെ ഇട്ടാണ് വളർത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റേതായുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. നോർമലി പെഡിഗ്രി കാര്യങ്ങളും തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ വീട്ടിലെ ഫുഡും എല്ലാം അത്യാവശ്യം നമ്മൾ കൊച്ചിലെ കൊടുത്ത് വളർത്തിയതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അല്ലാണ്ട് നമ്മൾ പെഡിഗ്രി മാത്രമായിട്ട് കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നാൽ അത് തന്നെ കണ്ടിന്യൂ വേണ്ടി വരും. ഇപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്ക് ആദ്യം തുടങ്ങിയ സമയത്ത് പ്രസവിച്ച് കിടക്കുന്ന ടൈമിലൊക്കെ ആയപ്പോൾ റോയൽ ക്യാനൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ അല്ലാണ്ട് പെഡിഗ്രി മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യണുള്ളൂ. അല്ലാണ്ട് വീട്ടിലെ ഫുഡും രാവിലത്തെ നക്കലും കാര്യങ്ങളൊക്കെ തന്നെ. ഓടി വന്ന് കയറും, ഓടി വന്ന് ചാടി കയറും, അങ്ങനത്തെ ഇതൊക്കെ തന്നെ. പിന്നെ വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആളൊക്കെ സെറ്റാണ്. പിന്നെ ആൾക്കാരൊക്കെ വരുമ്പോൾ മാത്രം കിടന്ന് കുറച്ച് കുരയ്ക്കും, അത്രേ ഉള്ളൂ. അല്ലടാ, ഇതിൻ്റെ മാർക്കറ്റ് ടിബറ്റൻ ടെറിയർ ഒരു 10,000 15,000 ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. ടിബറ്റൻ ടെറിയറിൻ്റെയൊക്കെ റേറ്റ് പറഞ്ഞത്. ലാപ്സർ വരുമ്പോൾ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. 20 ആ ഒരു റേഞ്ചൊക്കെ പോവും. 10 തൊട്ട് 20 വരെ ആ ഒരു റേഞ്ചിൽ പോവും. പിന്നെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെയൊക്കെ. പിന്നെ ഷിറ്റ്സുമൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടെ റേറ്റ് കൂടുന്നത്. പിന്നെ അതിനനുസരിച്ചുള്ള ചിലവുമുണ്ട്. ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ടുള്ള ആ ഒരു ഇത്. നമുക്ക് മറ്റേതൊക്കെ ആണെങ്കിൽ വലുതായിട്ട് ഗ്രൂം ചെയ്യേണ്ട, ഹെയർ ഇല്ലാത്ത ബ്രീഡാണെങ്കിൽ. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ മാക്സിമം അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രൂം ചെയ്താലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ജട പിടിക്കാനും പിന്നെ ഇതിൽ മറ്റേ സ്കിൻ ഇഷ്യൂസൊക്കെ വന്നാൽ എത്തി പാടാണ്. അതിൻ്റേതൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ മുടിയൊക്കെ വെട്ടി കൊടുക്കണം. നല്ല ഇഷ്ടമാണ് ഉള്ള തെറ്റല്ലേ. അതിലുള്ള ഇഷ്ടമെന്ന് പറയുമ്പം നമ്മളുടെ ഇങ്ങോട്ട് കാണിക്കുമ്പോൾ തന്നെയാണ് നമ്മളിവിടെ തിരിച്ചും കാണിക്കണത്. അല്ലാണ്ട് നമ്മളെ കൂടെ തന്നെ എത്തി ഫുഡ് കഴിപ്പിക്കണതും വീട്ടിലായാലും അകത്ത് കയറിയാലും എല്ലാ റൂമിലും കയറാറുണ്ട്. നമ്മളുടെയൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങും. അങ്ങനെ തെറ്റാണ്. രണ്ടുപേരും അങ്ങനെ തന്നെ. അല്ലിയാണെങ്കിൽ കുറച്ചുകൂടെ ഇതാണ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ബ്രീഡായിട്ട് വളർത്തുന്നത്. ഇതാണ് രണ്ടാമത് ഇവിടെ ഇപ്പം ഡെലിവറി ആയിട്ട് കിടക്കുകയാണ്. ഇത് ലാപ്സാസയാണ്. ഇതിപ്പോൾ ഡെലിവറി ആയിട്ട് ഇപ്പോൾ ഒരു 10-17 ദിവസമായിട്ടേ ഉള്ളൂ. കുട്ടികളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനെ എൻ്റെ പേര് പിങ്കി എന്നാണ്. പിങ്കി. ഇത് ഫീമെയിലാണ്. 2 ഫീമെയിൽ തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ ഡെലിവറി ടൈം ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്രൂമിങ്ങും കാര്യങ്ങളൊന്നും പക്കയായിട്ട് ചെയ്യാതെ നിൽക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടികളെ ഫീഡ് എടുക്കാറാകുന്ന ടൈമിൽ കൊണ്ട് ഗ്രൂം ചെയ്യാനുള്ള സ്കീമിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഇത് ഗ്രൂമിങ്ങിൻ്റെ ഭയങ്കര രീതിക്ക് ആവശ്യമുള്ളൊരു ബ്രീഡാണ്, ലാപ്സസ് ആയതുകൊണ്ട്. മറ്റേതൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ടിബറ്റൻ ടെറിയർ ആകുമ്പോൾ അത്രയ്ക്കും വലിയ കട്ടിയുള്ള ഹെയർ അല്ല പറഞ്ഞത്. ഇതിൻ്റെ കുറച്ച് അതിനൊക്കെയാണെങ്കിൽ കട്ടി കുറവായിരിക്കും. ഇതിൻ്റെ നല്ല കട്ടിയുള്ള ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രൂമിങ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ജട പിടിക്കാൻ നല്ല ചാൻസാണ്. പിന്നെ കുളിപ്പിച്ചിട്ടൊക്കെ കറക്റ്റ് തോർത്തി കൊടുത്തില്ലെങ്കിൽ അതും അതിൻ്റെ അകത്തിരുന്ന് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് പിങ്കി. ഇവിടെ ഡെലിവറി ആയതാണ് പിങ്കി. വേറെ ലാപ്സാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിങ്കിയുടെ ഡെലിവറി ആയാണ്. പിന്നെ കൊച്ചിലോട്ട് ഇവിടെ ഉണ്ട്. ഇത് പിന്നെ വേറെ അങ്ങനെ കടിക്കത്തും കാര്യങ്ങളൊന്നുമില്ല. ആൾ സൈലൻ്റാണ്. ഇപ്പോൾ ഒരു ഡെലിവറി ടൈം ആയതുകൊണ്ടാണ് ഈ ഒരു കുര. ഇല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആൾ സെറ്റാണ്. അല്ല
ഈ ഹെയറൊക്കെ കറക്റ്റ് വെട്ടി കൊടുക്കണം. നമ്മളൊരു പാല് കുടിക്കാനുള്ള ആ ഒരു രീതിക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുട്ടികളെയൊക്കെ രീതിക്ക് കെയർ സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ താഴെ ആ കമ്പിയുടെ കൂടെയൊക്കെ കാലൊക്കെ അങ്ങ് താഴെ വീണു. അതുകൊണ്ട് അതെല്ലാം എത്തി റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫുഡ് മദറിന് നല്ല രീതിക്ക് ഫുഡ് കൊടുക്കണം. ഇല്ലെങ്കിൽ മിൽക്കിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ ആ രീതിക്കുള്ള റോയൽ ക്യാനാണ് ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടികളെയും പിന്നെ ഇത് കറക്റ്റ് നോക്കിക്കോണം. ഇല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ ഓടിച്ചാടുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ താഴെയൊക്കെ വീണു. അതുകൊണ്ട് ആ രീതിക്കുള്ള കെയർ കൊടുത്ത് തന്നെയാണ് നോക്കിയിട്ടുള്ളത്. ഒരു 10-15 ദിവസത്തേക്കുള്ള പാടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുഴപ്പമില്ല. അതാണ് കുറച്ചുകൂടെ പ്രകടിപ്പിക്കുന്നത്. മറ്റേ ഇതാണ് ടെറിയറാണ് കുറച്ചുകൂടെ നല്ല രീതിക്ക് നിൽക്കുന്നത്. ഇത് കുറച്ച് എന്തു പറയാം, കുറച്ച് അഗ്രസീവ് അല്ല, കുറച്ച് ഇതാണ് ആക്റ്റീവാണ്. കുറച്ചുകൂടെ ചാടി നിൽക്കും സംഭവം. നമ്മളിപ്പം ഔത്ത് വിട്ടാലും എവിടെയെങ്കിലും പോയി താഴോട്ടൊക്കെ ഓടി വരുമ്പോൾ ഇങ്ങനെ ചാടി ഇങ്ങനെ റെസ്റ്റില്ലാന്ന് നിന്നോളൂ. അതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. അതെവിടെയെങ്കിലും പോയി നൈസായിട്ട് പോയി കിടക്കും. ഇതാണ് ഇങ്ങനെ ചാടി ആക്റ്റീവായിട്ട് നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അങ്ങനെ കടിക്കത്തും കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമില്ല. നമ്മൾ വളർത്തുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ കെട്ടിയിട്ടാണ് വളർത്തണമെങ്കിൽ കൂട്ടിലിട്ട് കട്ടയ്ക്ക് കൂട്ടിയിട്ട് വളർത്തിയാൽ പെട്ടെന്ന് ഒരാൾ വെളിയിൽ നിന്ന് വരുമ്പോൾ കടിക്കും. പിന്നെ ആൾക്കാരായിട്ട് മിങ്കിളായിട്ട് വളർത്തിയാൽ കുഴപ്പമില്ല, ജസ്റ്റ് അങ്ങ് മിങ്കിളായി പോയിക്കോളും. പിന്നെ ഡെലിവറി ടൈം ആയതുകൊണ്ടാണ് ഈ ഒരു കുര അല്ലടാ. ഇപ്പം 3 പപ്പീസുണ്ട്. 3 പപ്പീസ് 3 ഞാൻ സെയിലിൽ തന്നെ വെച്ചിരിക്കണത്. ഇതിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വേറെ ഹെയർ ബ്രീഡ് ഞാൻ ഇപ്പം വേറെ അല്ലാണ്ട് എടുത്ത് ഇടുന്നില്ല. ഇപ്പോൾ 2 പേര് തന്നെ ഉണ്ട്. അല്ലാണ്ട് ഞാൻ വേറെ കുറച്ച് ബ്രീഡാണ് ഇപ്പോൾ എടുക്കാനുള്ള സ്കീമിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൂടെ ഇനി നോക്കണം. ഇവർ 2 പേരാണ് ഇപ്പോൾ ഹെയർ ബ്രീഡായിട്ടുള്ളത്. ഇവർ 2 പേരെയും വച്ചിരിക്കാനാണ് പ്ലാൻ. അടുത്ത ഞാൻ അമേരിക്കൻ പുള്ളി നോക്കുന്നുണ്ട്. അതുകൂടെ എടുത്തിടണം. പിന്നെ അതിനുള്ള കൂടും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് വേണം ഒരെണ്ണം എടുത്ത് ഇടണം. പിന്നെ അല്ലാണ്ടും കുറച്ചൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ വലിയ ബ്രീഡ് നമുക്ക് വീട്ടിൽ കോമ്പൗണ്ട് ചെറുതായതുകൊണ്ട് വളർത്താനെത്തി പാടാണ്. പൊക്കം കുറഞ്ഞിട്ടുള്ള ബ്രീഡൊക്കെയാണ് കുഴപ്പമില്ല. ഡെയിനൊക്കെ എടുത്ത് വെച്ച് ചാടി വെളിയിൽ പോക്കളെ. അവർക്ക് ഉള്ളപ്പോൾ ഹാപ്പി അല്ലേ, കളിച്ച് ടൈം പോകണമെന്നൊന്നും അറിയില്ല. പിന്നെ പിള്ളേർ അനിയന്മാർ 2 പേരുണ്ട്. അതുകൊണ്ട് തന്നെ അവന്മാർ നോക്കിക്കോളും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. വളരെ ആശ്വാസം തന്നെയാണ്. പിന്നെ നമ്മൾ റിലാക്സേഷൻ കിട്ടും നമുക്ക് വരുമ്പോൾ. വീട്ടിലൊക്കെ നല്ല സ്ട്രെസ്സൊക്കെ ചെയ്തിട്ട് വീട്ടിലോട്ടൊക്കെ പറഞ്ഞ സമയത്ത് എവിടെ കുറച്ച് നേരം മിങ്കിൾ ചെയ്തിരിക്കുമ്പം ആ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം അങ്ങ് മൂവ് ആവും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇതാണ് 3 പപ്പി വന്നിരിക്കുന്നത്. ഇത് ലാപ്സാസിയുടെ പപ്പികളാണ്. ഒരെണ്ണം പ്യുവർ വൈറ്റും 2 പ്യുവർ വൈറ്റും ഒരു ചെറിയൊരു ഓഫ് വൈറ്റൂടെ ആയിട്ടാണ് നിൽക്കുന്ന 3 പപ്പിയാണുള്ളത്. 1 മെയിലും 2 ഫീമെയിലും അങ്ങനെയുള്ളത്. 3 വൈറ്റ് തന്നെയാണ്. മാറ്റ് ചെയ്യിപ്പിച്ചതും വൈറ്റ് ലാപ്സാസി ആയതുകൊണ്ട് പക്ക വൈറ്റ് തന്നെ കിട്ടി. പിന്നെ പറയാൻ പറ്റില്ല, ചിലതൊക്കെ ബ്ലാക്ക് ഡോട്ടോടൊക്കെ വരും. ഇതിപ്പോൾ പ്യുവർ എന്തായാലും 3 വൈറ്റ് കുട്ടികളാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ അറൗണ്ട് ഒരു 17 വയസ്സായി. പക്ഷേ 17 ദിവസമായി. അപ്പോൾ ഇപ്പോൾ 15 ദിവസത്തിലാണ് സാറിന് കണ്ണ് തുറക്കാറുള്ളത്. അത് കഴിഞ്ഞിപ്പോൾ 2 ദിവസം കൂടെ ആയേ ഉള്ളൂ. അങ്ങനെ 3 പേര് ഇങ്ങനെ നിൽക്കുകയാണ്. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ അല്ലാണ്ട് റോയൽ ക്യാൻ പൊടിച്ച് പാലിലാക്കി കൊടുക്കാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. ആ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ തുടങ്ങത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം സെറ്റാക്കി എടുക്കാൻ. ഹെൽത്തി പപ്പീസ് നമുക്ക് ക്വാളിറ്റി നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത്യാവശ്യം ബോൺ സൈസും കാര്യങ്ങളൊക്കെ കൊച്ചിലെ നല്ല രീതിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല കിടുന്ന പപ്പികളായിരിക്കും. ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള പപ്പിയാണ്. പിന്നെ ഫസ്റ്റ് പപ്പിയൊക്കെ സ്റ്റഡ് പപ്പി ആകുമ്പോൾ അത്യാവശ്യം നല്ല പപ്പി ആയിരിക്കും. ഇതിലാണ്ട് ഇതാണ് സ്റ്റഡ് പപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ 10-16 ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ആൾ കയറി അങ്ങ് മാറും. പ്രൈസ് ഞാൻ നോർമലി 10 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. എല്ലാ പപ്പിയും ഞാൻ 10. പിന്നെ നമുക്കറിയാവുന്നവരൊക്കെയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള രീതിക്കാണ് നിൽക്കുന്നത്. പിന്നെ നമ്മളിത് ഇങ്ങനെ ബിസിനസ്സായിട്ടല്ല നടത്തുന്നത്, അല്ലാണ്ട് പരിചയമുള്ളവർ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകും. കഴിഞ്ഞതിനും അങ്ങനെ ആയിരുന്നു. ഇവിടെ പ്രസവിച്ച് കിടന്നപ്പോൾ എത്ര കുട്ടി? 6 കുട്ടി, 7 കുട്ടി. 7 കുട്ടിയിൽ ഒരെണ്ണം സ്റ്റഡ് കൊടുത്തു, ബാക്കി 6 പരിചയമുള്ളവരൊക്കെ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്.